നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. നടുക്കത്തിന്റെ തീർത്ഥാടനം. ദുരന്തത്തിന്റെ നടുക്കം ബാക്കിയാക്കി ബസ് അപകടത്തിന്റെ ദുഃഖവെള്ളി. നാഗർകോവിലിൽ 10 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞത് 5 മലയാളികൾക്ക്. വള്ളിയൂരിന് സമീപം പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയവർ സഞ്ചരിച്ച ബസ്. മരിച്ചത് തിരുവനന്തപുരം കൊല്ലം സ്വദേശികൾ. പുതുച്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ് ഡിവൈഡറിൽ തട്ടിമറിഞ്ഞത് അമിത വേഗത കൊണ്ടെന്ന് സ്ഥിരീകരണം. പരിക്കേറ്റ 32 പേരിൽ 2 പേരുടെ നില ഗുരുതരം. അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് 14 മലയാളികളടക്കം 42 പേരെന്ന് ട്രാവൽ ഏജൻസി. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ IG മനോജ് എബ്രാഹിമിനെ ചുമതലപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വൈകി വന്ന തീരുമാനം. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ചുമതല നൽകിയത് ഇന്ത്യ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇന്ത്യയോട് ആവശ്യപ്പെടാമെന്നും IBക്ക് ഷെരീഫിന്റെ നിർദ്ദേശം. ഭീകരാക്രമണത്തിനു പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസഹറും സഹോദരൻ അബ്ദുൾ റൌഫ് അസഹറും എന്ന് ഇന്ത്യ. ഇതു സംബന്ധിച്ച തെളിവുകൾ പാകിസ്ഥാന് കൈമാറിയത് കഴിഞ്ഞ ദിവസം. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും വരെ ചർച്ചയില്ലെന്നും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണ കേസിൽ NIA അന്വേഷണത്തിന് തുടർച്ച. ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഗുർദാസ്പൂർ SP സൽവിന്ദർ സിംഗിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്ന് സൂചന. സംശയ നിഴലിലുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. അന്തിമവാദം ഫെബ്രുവരിയിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്തിമവാദം ഫെബ്രുവരി 2-ന്. കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ 2, 3 തീയതികളിൽ തുടർച്ചയായി വാദം കേൾക്കും. 2 കക്ഷികളോടും കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഫെബ്രുവരി 2-ന് മുമ്പ് ഹാജരാക്കാൻ നിർദ്ദേശം. ജയയെ കുറ്റവിമുക്തയാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കഴിഞ്ഞ ജൂണിൽ. ജയലളിതയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചതെന്ന ഹൈക്കോടതി നിലപാടിൽ പിഴവുകൾ സംഭവിച്ചതായി കർണാടക സർക്കാർ. കേസ് പരിഗണിക്കവെ ജയയുടെ അനധികൃത സമ്പാദ്യം വെളിപ്പെടുത്തുന്ന കൂടുതൽ രേഖകൾ കർണാടകം ഹാജരാക്കുമെന്നും സൂചന. കുടുക്കിൽ കുരുക്കഴിച്ച്. ഡൽഹിയിലെ അധികാര തർക്കം ക്ലൈമാക്സിൽ. DDCA അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ ലംഘനവുമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ നിയോഗിച്ച കമ്മീഷന് നിയമസാധുതയില്ലെന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് കേന്ദ്രത്തിന് കത്തു നൽകിയിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നും വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2440 രൂപ, പവൻ 19,520 രൂപ, വെള്ളി ഗ്രാമിന് 36.12 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.